Good afternoon. നിങ്ങളുടെ ഫസ്റ്റത്തെ മോർണിംഗ് ബാച്ചിലെ കുട്ടികള് ഒരു ഇത് പറഞ്ഞായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാത്തോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ നിങ്ങക്ക്? നിങ്ങളും പറഞ്ഞിരുന്നു, ഞങ്ങളും പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, നിങ്ങളും പറഞ്ഞിരുന്നു അല്ലെ? ഞാൻ അവരാണ് പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടാട്ടോ. അതിനകത്തെ മോക്ക് ടെസ്റ്റിൽ അപ്പൊ അവരിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മോർണിംഗ് ബാച്ചിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ പറഞ്ഞത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. അത് ഇവിടെ നിന്ന് എന്തോ ടൈപ്പ് ചെയ്തതിന്റെയോ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ആണ്. ഒരു ചെറിയൊരു സ്പേസിന്റെ വ്യത്യാസമുള്ളൂ. നോക്കി. Which of the following is not included in the properties of disinfectant? ഒരു ഡിസിൻഫെക്റ്റന്റിന്റെ പ്രോപ്പർട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? അപ്പൊ അതിനകത്ത് നമ്മൾ ഓപ്ഷൻ എയില് ഷുഡ് പ്രൊഡ്യൂസ് എ സ്വിഫ്റ്റ് കില്ല്, പെട്ടെന്ന് നശിപ്പിക്കാൻ ഒരു കഴിവുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. ഷുഡ് ബി ഇൻസോലിബിൾ. ശ്രദ്ധിച്ചേ, ഒറ്റ വാക്കാണ് കേട്ടോ അത്. ഇൻസോലിബിൾ എന്ന് വേറെയല്ല, ഇൻസോലിബിൾ. ഇൻസോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ലയിക്കാത്തതാണെന്ന്, വാട്ടറില് ലയിക്കാത്തതാണെന്ന്. അപ്പൊ ഏതാ പ്രോപ്പർട്ടീസിൽ അല്ലാത്തത് ഏതാ? നമ്മൾ എങ്ങനെയാ പഠിച്ചേ? ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടീസ് പഠിച്ചേതാ? സോലിബിൾ ഇൻ വാട്ടറിനല്ലേ? എല്ലാ ഡിസിൻഫെക്റ്റന്റിനും വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം. അതാണ് ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. വാട്ടറിൽ സോലിബിൾ ആയിരിക്കണം എന്നാ പഠിച്ചത്. ഇവിടെ എന്തായിരുന്നു ഓപ്ഷനില്? ഷുഡ് ബി ഇൻസോലിബിൾ, ലയിക്കാത്ത. ഒറ്റ വേർഡാണ് കേട്ടോ, ഇൻസോലിബിൾ. ചേർത്ത് എഴുതാതെ, ലയിക്കാത്ത എന്നുള്ള മീനിങ് ആണ്. ഇൻസോലിബിൾ ഇൻ വാട്ടർ. പിന്നെ അടുത്തത് സി, ഷുഡ് ഹാവ് എ ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടി. നല്ല ക്ലീനിങ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഷുഡ് നോട്ട് ഹാവ് ദ എൻവയോൺമെന്റ്. എൻവയോൺമെന്റിൽ ദോഷമൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഷുഡ് നോട്ട് എന്നായാലും കുഴപ്പമില്ല. അപ്പൊ ഞാനത് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഷുഡ് നോട്ട് ചേർക്കാത്തത്. ഇൻസോലിബിൾ എന്നാക്കിയത് കേട്ടോ. ഇൻസോലിബിൾ, ഇൻസോലിബിൾ, ലയിക്കാത്ത, വെള്ളത്തില് ലയിക്കാത്തതായിരിക്കണം എന്നാണ് അവിടെ. ഷുഡ് ബി ഇൻസോലിബിൾ ഇൻ വാട്ടർ. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻസോലിബിൾ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ്. പിന്നെ അടുത്തത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത് ഏതാണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എടുത്തോ? ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് മാനേജർ? അതിന്റെ ആൻസർ ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത്. ഓപ്ഷൻ ഡി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. അതിനകത്ത് നമ്മൾ എഴുതിയേക്കുന്ന ഓപ്ഷൻ എ മോണിറ്റർ ദ ഡെയിലി ഓപ്പറേഷൻ, ക്രിയേറ്റ് ഓപ്ഷൻ ബിയില് ക്രിയേറ്റ് സ്റ്റാഫിംഗ് ഷെഡ്യൂള്, ഓപ്ഷൻ സിയില് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ വർക്ക്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് എന്നും കൂടി ഇല്ല കേട്ടോ. എന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ട് ക്വസ്റ്റ്യൻ ആണ് അങ്ങനെ ഒരു ഡൗട്ട് വന്നത് മോക്ക് ടെസ്റ്റില്. രണ്ടും ക്ലിയർ ആയില്ലേ? രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ അല്ലേ? ഓക്കെ, ഓപ്ഷൻ ഡി ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദ എബോവ്. ഇനി അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കുവാണ് ആ ചാപ്റ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. റെസ്പോൺസിബിലിറ്റി ഏതൊക്കെയാ? നമ്മൾ ബേസിക് സ്കിൽസ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? നോൺ ക്ലിനിക് സ്റ്റാഫിന് വേണ്ട ബേസിക് സ്കിൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എത്ര പോയിന്റ്സ് പറഞ്ഞായിരുന്നു? എത്ര പോയിന്റ്സ് പറഞ്ഞു? എത്ര പോയിന്റ്സാ പറഞ്ഞേ? 7 പോയിന്റ്. ഓക്കെ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ 7 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, നോൺ ക്ലിനിക് സ്റ്റാഫിന് വേണ്ട അടുത്തൊരു ക്വാളിറ്റി എന്താന്ന് നോക്കിയേ, സ്കില്ല് എന്താണ്? അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് വേണം. അഡാപ്റ്റബിലിറ്റി. The healthcare industry is
continually evolving and non-clinic staff should be adjustable to change in procedure, policy and technology. അപ്പൊ നമ്മൾ ഈ ഹെൽത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഹെൽത്ത് കെയറില് ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചുകള്, പോളിസികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, അവിടുത്തെ നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനോട് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്തായിരിക്കണം, തയ്യാറായി ആ ഒരു അവിടെ ഉണ്ടാകുന്ന ആ ചേഞ്ചിനോട് അഡ്ജസ്റ്റബിൾ ആയിരിക്കണം, അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് വേണം. പുതിയ ടെക്നോളജി വരുമ്പോൾ അതനുസരിച്ച് നീങ്ങാനും അതിനോട് പൊരുത്തപ്പെടാനും ഉള്ള ഒരു കഴിവ് വേണം എന്നാ പറഞ്ഞേക്കുന്നത്. They should be open to learning new skills and approaches to remain updated in their roles. അപ്പൊ അവര് പുതിയ സ്കില്ലുകള്, പുതിയ ആ പോളിസികള് അല്ലെങ്കിൽ ടെക്നോളജിയില് ഉണ്ടാകുന്ന മാറ്റങ്ങള്, ഇതിനെ കുറിച്ചൊക്കെ അവര് പഠിക്കാനായിട്ട് അവർക്കൊരു തുറന്നൊരു മനസ്സ് വേണം. അതുപോലെ അതനുസരിച്ച് അവർക്കുടെ റോളില് നിൽക്കുന്നതിന് അത് പുതിയ കാര്യങ്ങള് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് അത് പഠിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു കഴിവ് വേണം. നേരത്തെയൊക്കെ നമ്മൾ ചീട്ടൊക്കെ എടുക്കണമായിരുന്നു അല്ലെ, ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മള് അല്ലെങ്കിൽ മരുന്നുകളാണെങ്കിൽ അത് മേടിക്കുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലേക്ക് അതിന്റെ ഇത് തന്നതില്ല, പ്രിസ്ക്രൈബ് ചെയ്ത് തന്നില്ല. നേരെ അത് അപ്പൊ ഡോക്ടർ ആണെങ്കിൽ ഫാർമസിയിലേക്ക് നേരെ സിസ്റ്റം വഴിയാണ് വിടുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ മരുന്നുകളൊക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്കുടെ റിസപ്ഷനിസ്റ്റ് ഒക്കെ ആണെങ്കിലും ഇപ്പൊ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് പുതിയ ഇപ്പൊ ചീട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ഒന്നും എഴുതേണ്ട ഒന്നും വന്നില്ല. അപ്പൊ പണ്ട് നമ്മൾ പിന്നെ ഓഫീസിൽ ഇതൊക്കെ ആണെങ്കിലും എല്ലാവർക്കും മേശപ്പുറത്ത് ഉണ്ടായിരിക്കും ഒരു ബണ്ടില് ഫയല്. ഇപ്പൊ അതൊന്നും വേണ്ട, ഒരു കമ്പ്യൂട്ടർ മാത്രം മതി, എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം. അപ്പൊ പുതിയ ടെക്നോളജി വരുമ്പോൾ അതേ പുതിയ പോളിസികള്, പ്രൊസീജിയറിനോടൊക്കെ ഒരു പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ് വേണം അവർക്ക്. ഇനി അടുത്തതാണ് എംപതി ആൻഡ് കമ്പാഷൻ. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? എംപതി, EMPATHY എന്നാണ്, സഹാനുഭൂതി. ആൻഡ് കമ്പാഷൻ എന്ന് വെച്ചാൽ അനുകമ്പ. പേഷ്യൻസിനോട് ഒരു എമ്പതി, ഒരു സഹാനുഭൂതി, ഒരു അനുകമ്പയൊക്കെ വേണം. പേഷ്യൻസിനായിട്ട് ഡീൽ ചെയ്യുമ്പോഴും അവരോട് നല്ല രീതിയിൽ പെരുമാറോ, അവരെ സഹായിക്കാനുള്ള ഒരു മൈൻഡ്, ഇങ്ങനെയുള്ളതൊക്കെ ഇവർക്ക് വേണം. ഓക്കെ. ഓൾസോ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ നോട്ട് ഗിവ് ഡയറക്റ്റ് മെഡിക്കൽ കെയർ. അവര് നേരെ മെഡിക്കൽ കെയർ കൊടുക്കുന്നില്ല അല്ലെ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഡയറക്റ്റ് മെഡിക്കൽ കെയർ കൊടുക്കുന്നില്ല എങ്കിൽ പോലും അവര് പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കയറി ചെല്ലുന്ന റിസപ്ഷനിലേക്കാണ്. അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അവര് നല്ല രീതിയിൽ പേഷ്യൻസിനോട് ഇന്ററാക്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഹോസ്പിറ്റലില് നമുക്ക് പേഷ്യൻസ് ഇനി വരുമൊക്കെ ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനും അവരോടൊരു ഒരു മൈൻഡ്, ഒരു അനുകമ്പ, ഒരു സഹാനുഭൂതിയൊക്കെ വേണം അവരോട്. Then interact with the patient who may be in difficulty or facing challenging situations. അത് നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞതാണ്, അറ്റൻഡന്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ അവർ ഫേസ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ചലഞ്ചിങ് സിറ്റുവേഷൻ ഓർ ഡിഫിക്കൽറ്റി ഒക്കെ അവര് നേരിടേണ്ടത് വരാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലും നമ്മൾ പല ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ആ പേഷ്യൻസിനോട് ഒരു അനുകമ്പയോടുകൂടി, ഒരു സഹാനുഭൂതിയോടുകൂടിയൊക്കെ പെരുമാറണം. Demonstrating empathy, sympathy and sensitivity towards patient requirements and emotion is necessary for providing a supportive environment. Health എന്താ പറഞ്ഞേക്കണേ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൊക്കെ അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെയൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനായിട്ട് പേഷ്യൻസിനോട് ഒരു സഹാനുഭൂതിയോടും അനുകമ്പയോടും കൂടിയൊക്കെ അവര് പെരുമാറാനുള്ള ഒരു കഴിവ് വേണം. പേഷ്യന്റിന്റെ പേഷ്യൻസിന്റെ നീഡ്സ് ഓർ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യങ്ങളോടോ അവരുടെ വികാരങ്ങളോടോ ഒക്കെ സഹാനുഭൂതി, ഒരു സംവേദനക്ഷമത, കമ്പാഷൻ, സഹാനുഭൂതി, സംവേദനക്ഷമതയൊക്കെ പ്രകടിപ്പിക്കുന്നതിന് ഒരു അന്തരീക്ഷം, അതിനൊരു സഹായകമായിട്ടുള്ള ഒരു അന്തരീക്ഷം നൽകുന്നതും
കൊടുക്കേണ്ടതും ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ഒരു സ്കില്ലില് വന്ന കാര്യമാണ്. ഓക്കെ, പ്രകടിപ്പിക്കാൻ സഹായമായ ഒരു അന്തരീക്ഷം നൽകുന്നതിന് ആവശ്യമാണത്. ഫോർ പ്രൊവൈഡിങ് എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ്. അപ്പൊ എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നത്? പേഷ്യൻസിന് ക്ലിനിക്കൽ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യൻസിനോട് നല്ല രീതിയിലൊക്കെ പെരുമാറാനൊക്കെ ഉള്ള ഒരു കഴിവ് വേണം എന്നുള്ളത്. പിന്നെ 10th വൺ, കൾച്ചറൽ കോമ്പിറ്റൻസ്. കൾച്ചറൽ കോമ്പിറ്റൻസ്, സാംസ്കാരിക കഴിവ്. ഹോസ്പിറ്റൽ സെർവ്സ് diverse patient population with a different cultural background. പല ഒരു കൾച്ചറിലുള്ള ആളുകളെ ഡീൽ ചെയ്യുന്ന പല തരത്തിലുള്ള പല ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പല ആളുകളെ ഒരു ഡീൽ ചെയ്യുന്ന ഒരു ആൾക്ക് സർവീസ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ അങ്ങനെ പല രീതിയിലുള്ള ആളുകൾക്ക്, പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Non-clinical staff should possess cultural competence, understanding and representing various cultural practices, beliefs and value to give inclusive and patient-centered care. Non-clinical staff should possess cultural competence. ഒരു സാങ്കേതിക കഴിവ് വേണം. കൾച്ചറൽ കോമ്പിറ്റൻസ്, ഒരു സാങ്കേതിക, ഒരു സാംസ്കാരിക കഴിവ്. കൾച്ചറൽ, ഒരു സാംസ്കാരിക കഴിവും പല സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും, ബിലീഫ് ആൻഡ് വാല്യൂസ്, വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും മനസ്സിലാക്കാനും അതിനെ റെസ്പെക്ട് ചെയ്യാവുന്നതിനും അതിനെയൊക്കെ ഉൾക്കൊള്ളാനുമുള്ള ഒരു കഴിവ് വേണം. പേഷ്യന്റ് സെന്റേർഡ് കെയർ, ഗിവൻ ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. അപ്പോ പല തരത്തിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് സർവീസ് കൊടുക്കുന്ന ഒരു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പല സാംസ്കാരിക ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനും അതിനെ ബഹുമാനിക്കുകയും ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ് വേണം. അതനുസരിച്ചുള്ള ഒരു പേഷ്യന്റ് സെന്റേർഡ് കെയർ അവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. ഇതിനകത്ത് നിങ്ങൾ ആ 10 പോയിന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള 10 പോയിന്റ്സുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അതിന്റെ ഉള്ളിൽ നിന്നൊന്നും അങ്ങനെ ചോദിക്കാറില്ല, എന്തൊക്കെയാണെന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട സ്കിൽസ്, സം കീ സ്കിൽസ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം എന്ന് പറഞ്ഞു, കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം, ഓർഗനൈസേഷണൽ സ്കില്ല് വേണം, ടെക്നോളജിക്കൽ സ്കില്ല് വേണം, then problem solving skill വേണം, confidentiality and ethics, team work and collaboration, adaptability, then empathy and compassion, cultural competence. ആ 10 ഒന്ന് പഠിച്ചു വെക്കുക. ഇനി നോക്കി ചെറിയൊരു പാരഗ്രാഫും കൂടി ഉള്ളൂ. These are just some of the skills that a non-clinical staff in hospital should possess to contribute to the efficient functioning of the healthcare facility and to provide excellent support to patients and clinical staff. അപ്പൊ ഈ പറയുന്നത് they are the just some of the skills. ചില കഴിവുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ചില കഴിവുകളാണ്. എന്തിനു വേണ്ടിയിട്ടാ? എഫിഷ്യന്റ് ഫങ്ഷനിങ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിനും പിന്നെ എക്സലന്റ് സപ്പോർട്ട്, പ്രൊവൈഡ് എക്സലന്റ് സപ്പോർട്ട് ടു പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. പേഷ്യൻസിനും ക്ലിനിക്കൽ സ്റ്റാഫിനും ഒക്കെ ആവശ്യത്തിനുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള നടത്തിപ്പിനും ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ചില സ്കില്ലുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. 10 പോയിന്റ്സ് ഇതാണ് ഈ 10 അത് 10 ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റി അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. നമ്മുടെ ആ ഒരു ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി വിശദമായി നിങ്ങളോട് പറഞ്ഞല്ലോ, ഇനി നമുക്കൊരു ചാപ്റ്റർ കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഷെറീന മാമിന്റെ ഡിവൈഡ് ചെയ്താണ്, പക്ഷെ മിസ്സിനത് ഹാൻഡിൽ ചെയ്യാൻ അതെന്നുവെച്ചാൽ ക്ലാസ്സുകളെ
എനിക്കാണല്ലോ ഇവിടെ നമുക്ക് കൂടുതൽ ക്ലാസ് വരുന്നത്, നമുക്ക് 3 ക്ലാസ് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എന്റെ പോർഷൻസ് ഓൾറെഡി കഴിഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒരു ചാപ്റ്റർ കൂടി ഞാൻ എടുക്കുകയാണ്, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ഇതും കൂടി കഴിഞ്ഞു കേട്ടോ. ആദ്യം പറഞ്ഞു, ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഒന്ന് ഞാൻ ഷെയർ ചെയ്തിട്ടേക്കട്ടെ. ഒരുവിധമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ബേസിക്. എന്തായാലും നമുക്കറിയാം, നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഒരു ചെറിയൊരു പെട്ടിക്കടയിൽ ചെന്ന് കഴിഞ്ഞാലും ഇപ്പൊ കമ്പ്യൂട്ടർ ഇല്ലാതെ പറ്റില്ല അല്ലെ. നമ്മൾ പണ്ടത്തെ പോലെ അവര് കണക്കൊക്കെ നമ്മളെടുത്ത് കൂട്ടുമൊക്കെയാണോ? എല്ലാം നമ്മള് എന്താ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. നമ്മുടെ ജോലിഭാരം കുറയ്ക്കാനും നമ്മള് ചില എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുന്നില്ല അല്ലെ. പക്ഷെ ഇത് എത്ര നാള് വേണമെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഇന്നത്തെ പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടോ? ബേസിക്. ഇനി ഒട്ടും അറിയില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് കുറച്ചൊക്കെ, എന്തെങ്കിലും കമ്പ്യൂട്ടർ കാണാത്തവരാരും ഉണ്ടാവില്ല. ബേസിക് ഫണ്ടമെന്റൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. കുറച്ചൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റ് നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. അതിനകത്ത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ എന്താണ്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് മെഷീൻ that can store, process and അറിയാം. ഓക്കെ, retrieve ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും ആൻഡ് റിട്രൈവ് വീണ്ടെടുക്കാനും ഒക്കെ ഉള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്, എക്യുപ്മെന്റ് ആണ് കമ്പ്യൂട്ടർ. ഇലക്ട്രോണിക് മെഷീൻ ആണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടോ ഞാൻ പറയുന്നത്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഓർ ഇലക്ട്രോണിക് മെഷീൻ which can store, process and retrieve ഇൻഫർമേഷൻസ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനും ഒക്കെ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനായിട്ട് വീണ്ടെടുക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കൂടുതൽ ഇതിനകത്തുള്ളത് പറയാം, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ വേണ്ട. കമ്പ്യൂട്ടറിന്റെ ഫാദർ ആരാന്നറിയോ? ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ്. BABBAGE അറിയാം നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. ഇപ്പൊ നമുക്കിവിടെ പ്രിന്റർ നോട്ടിലേക്ക് വരാം. നമുക്ക് കമ്പ്യൂട്ടർ എന്താണെന്നാണ് ഫസ്റ്റത്തെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നോക്കിയേ, computers are electronic equipment that process and store digital data. നമുക്ക് ഇത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണെന്ന് പറഞ്ഞു. that process and store digital data. ഡിജിറ്റൽ ഡേറ്റകള് നമ്മൾ സ്റ്റോർ ചെയ്യുകയും പ്രോസസ് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ആണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. They consist of hardware and software components that work together to carry out various tasks. ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. They consist of hardware ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്. കമ്പ്യൂട്ടറിൽ നമ്മൾ 2 ഭാഗങ്ങളാണ് ഉള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ എന്താ? ഫിസിക്കൽ പാർട്ടാണ്, ഫിസിക്കൽ കമ്പോണന്റ് ആണ് കമ്പ്യൂട്ടറിൽ. നമ്മൾ പുറമേ നിന്ന് നമ്മൾ കാണില്ലേ, ഫിസിക്കൽ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ എന്ന് പറയും. നമ്മൾ പുറമേ നിന്ന് കാണുന്ന പാർട്ടുകള്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, CPU, മെമ്മറി, ഇതൊക്കെ നമ്മുടെ ഒരു ഹാർഡ്വെയറിൽ വരുന്നതാണ്. ഫിസിക്കൽ കമ്പോണന്റ് ആണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതും സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലുള്ളത്, അതായത് പ്രോഗ്രാംസുകളൊക്കെ, ആപ്ലിക്കേഷൻസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊക്കെ ആ പ്രോഗ്രാംസുകളൊക്കെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്, ഉള്ളിലുള്ളത്. അതാണ് സോഫ്റ്റ്വെയർ. അപ്പൊ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടാണ്
എന്താണ് പല ടാസ്കുകൾ കമ്പ്യൂട്ടർ പെർഫോം ചെയ്യുന്നത്. ഹാർഡ്വെയർ മാത്രം വേണം, സോഫ്റ്റ്വെയറും വേണം. ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് ഇപ്പൊ നമ്മുടെ ഈ സിസ്റ്റത്തിൽ കൂടെ ക്ലാസ്സിൽ കയറുന്നവരൊക്കെ ഉണ്ടോ? ഫോണിലായിരിക്കും അല്ലെ കൂടുതൽ പേര് നമ്മുടെ മീറ്റിൽ കയറുന്നത്, ലിങ്കിൽ കയറുന്നത് ഫോൺ വഴിയാണോ? എല്ലാവരും തന്നെ ഫോൺ വഴി ഫോണിലാണ് അല്ലെ. ഓക്കെ, സിസ്റ്റത്തിലൂടെയൊക്കെ കയറുന്നവരുണ്ടോ? കമ്പ്യൂട്ടറിലൂടെയൊക്കെ കയറുന്നവരുണ്ടോ? ക്ലാസ് കയറുന്നവരുണ്ടോ? യെസ്, 1-2 പേര് എസ് ഇട്ടിട്ടുണ്ട്, തമ്പിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഒട്ടും അറിയില്ലാത്തവരുണ്ടായിരിക്കും. അന്ന് നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽ ഒന്ന് പറഞ്ഞു പോകാം. എന്താ ഇത്രേ ഉള്ളൂ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പോണൻസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് പല ടാസ്കുകളും അവിടെ ചെയ്യുന്നത്. The fundamental components of computer consist of a Central Processing Unit, CPU. ഫണ്ടമെന്റൽ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ഫണ്ടമെന്റൽ കമ്പോണന്റ് ഏതൊക്കെയാ? CPU കേട്ടിട്ടുണ്ടല്ലോ, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, then ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയോ ഇൻപുട്ടിന്? ഇൻപുട്ട് ഡിവൈസ്, ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നത്. ഒരു യൂസർ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്ന ഡിവൈസ് ആണ് ഇൻപുട്ട് ഡിവൈസ്. എക്സാമ്പിൾ പറയാം, മോണിറ്റർ. മോണിറ്റർ വരുമല്ലോ, നമ്മൾ കൊടുക്കുന്നതല്ലേ. ഏതാണ്? കീബോർഡ്. ശരിയാണ്, കീബോർഡ്, മൗസ്, ഇതൊക്കെ ഏതാണ്? ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. നമുക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന പോലെ ഞാൻ നേരത്തെ സംസാരിച്ച കമ്പ്യൂട്ടറിലേക്ക് വരുമോ? ഇല്ല. നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ കീബോർഡിൽ കൂടെ അല്ലെ. പ്രിന്റർ ഒന്നും വരില്ല. പ്രിന്റർ നമുക്ക് ഇങ്ങോട്ട് തന്നതാ കേട്ടോ. നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, കമ്പ്യൂട്ടറിന്റെ അകത്തേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പൊ നമ്മൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാം. പക്ഷെ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ വർത്താനം പറഞ്ഞാൽ അത് അവിടെ വരുമല്ലോ. നമ്മൾ എങ്ങനെയാ കൊടുക്കണേ? കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കീബോർഡ് വേണം അല്ലെ. കീബോർഡിൽ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ജോയ്സ്റ്റിക്ക്, ഓക്കെ, അതൊക്കെ. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാണ് കീബോർഡ്. പിന്നെ അതുപോലെ മൗസ് വഴിയൊക്കെ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. ഇനി കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് അതിന്റെ റിസൾട്ട് വരണ്ടേ? റിസൾട്ട് തരുന്ന ഏരിയ കൂടെയാ? മോണിറ്റർ അല്ലെ. സ്കാനർ, മോണിറ്ററിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നുള്ള കമ്പ്യൂട്ടർ പറയുന്നത് നമുക്ക് വായിക്കാം. മോണിറ്ററിൽ കാണിക്കും, എഴുതി കാണിക്കും. അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റും. കമ്പ്യൂട്ടർ തിരിച്ച് നമുക്ക് തരുന്ന നമ്മളോട് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ കമ്പ്യൂട്ടർ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് എങ്ങനെയാണ്? മോണിറ്റർ, പ്രിന്റർ. നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ടില്ലേ? ഇവിടെ നിന്ന് PDF തന്നതൊക്കെ എല്ലാവരും പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? ഫോട്ടോസ് പ്രിന്റ് എടുത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഏതിൽ കൂടെയാ? പ്രിന്ററിൽ കൂടെയാണ്. അതും എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്ന അല്ലെ, ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക ബേസിക്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതും, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നമുക്ക് സ്പീക്കർ, ഇതൊക്കെ ശരിയാണ്, നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നത് മെയിൻ ആയിട്ട്. ഇനി നോക്കിയേ, പിന്നെ സ്റ്റോറേജ് ഡിവൈസ് വരും. ഇതാണ് ഫണ്ടമെന്റൽ കമ്പോണന്റ്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ദ ഫണ്ടമെന്റൽ കമ്പോണന്റ് ഏതൊക്കെയായിരുന്നു? CPU, memory, input or output device and storage device. Clear ആണോ? CPU-ന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കുക. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU. ഇനി നോക്കിയേ, the CPU is said to be the brain of the computer. അപ്പൊ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗം? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU is the brain of the computer. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Dash is to be the brain of the computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ CPU. ഇനി നോക്കിയേ, ഇനി ഈ CPU-നെ എന്താ ചെയ്യുന്നേ? റെസ്പോൺസിബിൾ ഫോർ ക്യാരിയിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. എന്താണ്?
ക്യാരി ഔട്ട് നടപ്പിലാക്കുന്നു. ഇൻസ്ട്രക്ഷൻസുകൾ കമ്പ്യൂട്ടറിലെ ഇൻസ്ട്രക്ഷൻസുകൾ നടപ്പിലാക്കുന്നതാണ്. The responsible for carrying out instruction and performing calculations. Instructions നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും അത് കാൽക്കുലേഷൻസ് പെർഫോമിങ് ചെയ്യുക എന്നുള്ളതാണ് ഈ CPU-ന്റെ റെസ്പോൺസിബിലിറ്റി. CPU ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇല്ലേ, നമ്മുടെ ബ്രെയിൻ അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ബ്രെയിൻ പറയുന്നതിന്റെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഇരിക്കാൻ തോന്നുക, നടക്കാൻ തോന്നുക, കിടക്കാൻ തോന്നുക, ഇതെല്ലാം ബ്രെയിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ കമ്പ്യൂട്ടറിന് കൺട്രോൾ ചെയ്യുന്നതാണ് CPU. അപ്പൊ CPU എന്ത് ചെയ്യുന്നു? ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നടപ്പിലാക്കുന്നു. ക്യാരിങ് ഔട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോമിങ് കാൽക്കുലേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ CPU-ന്റെ. ഇനി അടുത്തത് നോക്കിയേ, മെമ്മറി. മെമ്മറി എന്താ ചെയ്യുന്നേ? മെമ്മറി സ്റ്റോർസ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. മെമ്മറി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ആണ് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ. ഈ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്ന കാൽക്കുലേഷൻസ് നിർവഹിക്കുന്നു. പെർഫോം കാൽക്കുലേഷൻ. മെമ്മറി. Memory store data and instruction that the CPU require to access quickly. CPU-ന് വേഗത്തില് അക്സസ് ചെയ്യാൻ ആവശ്യമായ ഡേറ്റയും ഇൻസ്ട്രക്ഷനും ഒക്കെ CPU സ്റ്റോർ ചെയ്യുന്നു. CPU-ന് വേഗത്തില് അക്സസ് ചെയ്യാൻ പാകത്തിനുള്ള ആവശ്യമായിട്ടുള്ള ഡേറ്റാസും ഇൻസ്ട്രക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മെമ്മറി സ്റ്റോർ ചെയ്യുന്നു. Then next നോക്കിയേ, input or output devices make the user able to interact with the computer. നമ്മൾ പറഞ്ഞില്ലേ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്താ ചെയ്യുന്നേ? അണ്ടർലൈൻ ചെയ്തിട്ടെ. make the user able to interact with the computer. കമ്പ്യൂട്ടറുമായിട്ട് ഒരു യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഹെൽപ്പ് ചെയ്യുന്നു. Input or output devices make the user able to interact with the computer. കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിക്കുന്നു. such as through the ഏതൊക്കെയാന്ന് നോക്കിയാൽ കീബോർഡ് ആൻഡ് മൗസ്. ഇവിടെ കീബോർഡ് മൗസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇൻപുട്ടിന്റെ മാത്രമേ പറഞ്ഞുള്ളൂ. ഔട്ട്പുട്ട് ഡിവൈസുകൾ എക്സാമ്പിൾ മോണിറ്റർ, പ്രിന്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നതാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. Flash device make the user able to interact with the computer. ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് സ്റ്റോറേജ് ഡിവൈസ്. സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം ഫോർ ലോങ് ടേം യൂസ്. സ്റ്റോറേജ് ഡിവൈസ് എന്ത് ചെയ്യുന്നു? സ്റ്റോറേജ് ഡിവൈസ് സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം. ഡേറ്റകൾ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഫോർ എന്തിനാ? ലോങ് ടേം യൂസ്. കുറെ നാളത്തേക്ക്. ഇപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് കുറേയോ വർഷങ്ങളോളം നമുക്ക് കമ്പ്യൂട്ടറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ. ലോങ് ടേം യൂസ്, ലോങ് ടൈം ആയിട്ട് നമ്മൾ ഡേറ്റാസ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സ്റ്റോറേജ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നു. Then അടുത്ത നോക്കിയേ, operating system and applications are software program that allow the computer to perform specific tasks. Operating system and applications are software program that allow the computer to perform specific tasks. Operating system, applications, ഇതൊക്കെ സോഫ്റ്റ്വെയറുകളാണ്. ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് that allow the computer to perform specific tasks. പ്രത്യേക സ്പെസിഫിക് ടാസ്കുകൾ നിർവഹിക്കുന്നതിന് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്ന ചില സോഫ്റ്റ്വെയർ പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ആപ്ലിക്കേഷൻസും ഒക്കെ. Are the software program that allow the computer to perform specific tasks. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ബ്രെയിൻ തന്നിരിക്കുന്നതാണ്. പിന്നെ അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഫണ്ടമെന്റൽ കമ്പോണൻസ് അതിൽ നിന്ന് പഠിക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ CPU-ന് അറിയപ്പെടുന്നത് എന്താ? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CPU is said that the brain of the computer. അത് പഠിക്കുക. പിന്നെ CPU എന്താ ചെയ്യുന്നത്? Carry out instructions and perform calculation. നോക്കുക, ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കുന്നു, കാൽക്കുലേഷൻസ് ഒക്കെ നിർവഹിക്കുന്നു. മെമ്മറി എന്ത് ചെയ്യുന്നു? സ്റ്റോർ ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോം കാൽക്കുലേഷൻ.
ഇത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറിയിലാണ്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്താ ചെയ്യുന്നത്? മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുമായിട്ട് ഒരു യൂസറിനെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. പിന്നെ അടുത്തത് സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞത്. സ്റ്റോറേജ് ഡിവൈസുകൾ എന്ത് ചെയ്യുന്നു? ഡേറ്റകൾ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റോറേജ് ഡിവൈസ് ആണ്. പിന്നെ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയർ പ്രോഗ്രാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻസ് ഒക്കെ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഈ പ്രത്യേക സ്പെസിഫിക് ടാസ്കുകൾ ചെയ്യാൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ അനുവദിക്കുന്ന ചില സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ ഇത്? ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ബോക്സിൽ നമ്മൾ ഓരോ പാർട്സുകളാണ് പറഞ്ഞേക്കുന്നത്. മിക്കതും തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫസ്റ്റ് നോക്കി ഇവിടെ നോക്കാം. കീബോർഡ്. കീബോർഡ് എന്തിനാ? കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, അല്ലെ? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടി ഓരോ കീസ് ഉണ്ട്, അല്ലെ? A to Z കീസുകൾ ഉണ്ട്. പിന്നെ നമ്പേഴ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പല ടാബുകള്, ക്യാപ്സ് ലോക്ക്, ഷിഫ്റ്റ്, നിങ്ങളൊക്കെ കണ്ടറിയാം, കീബോർഡ് കണ്ടറിയാം. അപ്പൊ കമ്പ്യൂട്ടറിലേക്ക് ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടി കീബോർഡുകൾ ഉണ്ട്. പിന്നെ അടുത്തറിയാം മോണിറ്റർ നമുക്ക് തരുന്നത്. മോണിറ്ററിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ വായിക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നത് മോണിറ്റർ ആണ്. പിന്നെ അടുത്ത മൗസ്. മൗസ് അറിയാലോ? മൗസ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് ചെറിയൊരു മൗസ്. പിന്നെ അറിയാം പ്രിന്റർ. തിരിച്ച് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമുക്ക് പ്രിന്റ് ചെയ്ത് നമുക്ക് ഓരോ കമ്പ്യൂട്ടർ തരുന്ന ആ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് പേപ്പറിലേക്ക് നമുക്ക് കിട്ടുന്നത് പ്രിന്ററിൽ കൂടിയാണ്. പിന്നെ സ്പീക്കർ, അല്ലെ? പാട്ടും ഇതൊക്കെ നമുക്ക് സൗണ്ടിൽ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പീക്കർ ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറിലേക്കുള്ള പവർ സപ്ലൈ ഉണ്ട്. പിന്നെ നോക്കിയേ GPU. അതിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഗ്രാഫിക്, GRAPHICS, ഗ്രാഫിക്സ്, GRAPHICS, ഗ്രാഫിക്സ് പ്രോസസിംഗ് യൂണിറ്റ്, PROCESSING, ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ് ആണ് GPU എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ്. മാത്തമാറ്റിക് കാൽക്കുലേഷൻസ് ഒക്കെ സ്പീഡിൽ ഹൈ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണന്റ് ആണ് ഈ GPU എന്ന് പറയുന്നത്. That is designed to perform mathematical calculations at high speed. GPU അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്. ദെൻ അടുത്തതാണ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക് എന്താ? ഇതൊരു സ്റ്റോറേജ് ഡിവൈസ് തന്നെയാണ് കേട്ടോ. ഡിവൈസ് ദാറ്റ് സ്റ്റോർ ദ ഡേറ്റ ഓൺ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. കണ്ടോ? അത് നോക്കി അത് കണ്ടറിയാം, പടം കണ്ടറിയാം. സർക്കുലർ പ്ലേറ്റ് ആണ്. അലൂമിനിയം അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ വെച്ച് കോട്ട് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് മെറ്റലൊക്കെ കോട്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്കുലർ പ്ലേറ്റ് കണ്ടിട്ടുണ്ട് ഹാർഡ് ഡിസ്കുകൾ. പിന്നെ അടുത്തതാണ് മദർ ബോർഡ്. പിന്നെ ഒരു ഭാഗമാണ് മദർ ബോർഡ്. സർക്യൂട്ട് ബോർഡ് ആണ് കേട്ടോ. അതിന്റെ ഉള്ളിലുള്ള സർക്യൂട്ട് ബോർഡ്, കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള സർക്യൂട്ട് ബോർഡ്, മദർ ബോർഡ്. പിന്നെ അടുത്ത പ്രോസസർ, അതായത് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. പിന്നെ കമ്പ്യൂട്ടർ കേസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യും. കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് പ്രൊട്ടക്ട് ചെയ്യും. അല്ല സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ അപ്പൊ മറ്റുള്ള ഇതിലൊന്നും ദോഷമാവാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കമ്പ്യൂട്ടർ കേസ്. ഓക്കെ, കമ്പ്യൂട്ടർ കേസ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ആ ബോക്സിൽ തന്നേക്കുന്നത്. അതൊന്നും അങ്ങനെ ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്സ്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്. ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്. അടിസ്ഥാന ഘടകങ്ങളൊക്കെ ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ? അതിൽ ഫസ്റ്റ് ആണ് ഹാർഡ്വെയർ വരുന്നത്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഹാർഡ്വെയർ, ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ
കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ഒരു ഭൗതിക ഘടകങ്ങൾ, ഫിസിക്കൽ കമ്പോണന്റ്, കമ്പ്യൂട്ടറിന്റെ ഒരു ഭൗതിക ഘടകങ്ങളാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫിസിക്കൽ കമ്പോണന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ. ലൈക്ക് ഏതൊക്കെയാന്ന് നോക്കിയേ? ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ, ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? ഹാർഡ്വെയറിൽ വരുന്നതാണ്. അത് നോക്കി വെക്കണം കേട്ടോ. ഫിസിക്കൽ കമ്പോണന്റ് ഓഫ് എ കമ്പ്യൂട്ടർ, ഫിസിക്കൽ കമ്പോണന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ. ഇതിലേക്ക് വരുന്ന ഹാർഡ്വെയറിൽ ലൈക്ക് CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. ഇനി അടുത്തതാണ് സോഫ്റ്റ്വെയർ. രണ്ടാമത്തേത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ, സോഫ്റ്റ്വെയർ എന്താ? പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം that make computer able to perform task. ആ ടാസ്കുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ പ്രാപ്തനാക്കുന്ന ചില പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഉള്ളിലുള്ളത് സോഫ്റ്റ്വെയർ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ പ്രോഗ്രാമുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെയാണ് സോഫ്റ്റ്വെയർ. that make the computer able to perform task. ആ ടാസ്ക് അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ കഴിവുള്ളതാക്കുന്ന, പ്രാപ്തനാക്കുന്ന പ്രോഗ്രാംസുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സോഫ്റ്റ്വെയർ. ദിസ് കൺസിസ്റ്റ് ഓഫ്, രണ്ട് തരത്തിൽ വരുന്നുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറിനെ നമുക്ക് രണ്ടാക്കി പറയാം. The software consists of system software. This consists of system software. Example ഏതൊക്കെയാന്ന് നോക്കിയേ? വിൻഡോസ്, മാക് OS. മാക് എന്ന് പറഞ്ഞേ വിൻഡോസ്, മാക് OS. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്ത് വെക്കാം. മാക്കിൻടോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. മാക്കിൻടോഷ്, MACINTOSH, 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 Macintosh. Operating system, then Linux. ഇതൊക്കെ ഏതിനാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ്. അതും അണ്ടർലൈൻ ചെയ്തിട്ടാണ് അതിനകത്തുനിന്ന്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ വിൻഡോസ് വരുന്നുണ്ട്, മാക് OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലിനക്സ്. ഇത് ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കിയേ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസർ, വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ്. ഇതൊക്കെ ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ്. വേർഡ് പ്രോസസർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിംസ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയറും വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് CPU ആണ്. അറിയാലോ, CPU എക്സ്പാൻഡഡ് ഫോം, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഇനി എന്താണ് അറിയപ്പെടുന്നത്? ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. Carry out instruction, perform calculation and control data processing. ഇതൊക്കെയാണ് നോക്കിയേ. It carries out instruction, നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു, perform calculations perform ചെയ്യുന്നു, and control data processing. Data processing ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. CPU ബ്രെയിൻ ആണ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഇനി അടുത്ത നോക്കി, മെമ്മറി ആണ് നാലാമത്തെ. മെമ്മറി, temporary storage space where the computer store data and instruction that are currently in used. Currently, നിലവില് നമ്മളിപ്പോ നിലവില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടെമ്പററി സ്റ്റോറേജ് സ്പേസ്.
ആണ് മെമ്മറി എന്ന് പറഞ്ഞത്. ടെമ്പററി ആണ്. ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? അതൊരു വോളറ്റൈൽ ആണ്. വോളറ്റൈൽ അതായത് നമ്മൾ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ആ ഡേറ്റാസ് അതൊക്കെ പോകും. ഡേറ്റ ഡിസപ്പിയർ ആയി പോകും. അതാണ് ടെമ്പററി സ്റ്റോറേജ് ആണ്. അതിന്റെ പവർ ഈസ് ലോസ്റ്റ്. പവർ നഷ്ടപ്പെടുകയാണെങ്കിൽ കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടുത്തെ ഡേറ്റാസ് നഷ്ടപ്പെട്ടു പോകും. ടെമ്പററി സ്റ്റോറേജ് സ്പേസ്. അതിനകത്ത് വരുന്നതാണ് റാമും ക്യാച്ച് മെമ്മറി. കണ്ടോ? ഇറ്റ് ഇൻക്ലൂഡ്സ് മെമ്മറിയിൽ വരുന്ന ഏതൊക്കെയാ? ഇറ്റ് ഇൻക്ലൂഡ്സ് റാം ആൻഡ് ക്യാച്ച് മെമ്മറി. കേട്ടിട്ടുണ്ടോ? നമ്മൾ മെമ്മറി പഠിച്ചപ്പോ റാമും റോമും കേട്ടിട്ടില്ലേ? റാം റോം റാം റോം. റാം എന്ന് പറഞ്ഞാ റാൻഡം ആക്സസ് മെമ്മറി. അതെന്താണ് റാം എന്ന് പറയുന്നത്? ഇതൊരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. അതായത് പവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റാസ് ഡിസപ്പിയർ ആയി പോകും. അതിനകത്ത് വരുന്നതാണ് വേറൊരു ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് ക്യാച്ച് മെമ്മറി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് CPU മെമ്മറി. അതിനെ CPU മെമ്മറി എന്നും അറിയപ്പെടും. ക്യാച്ച് മെമ്മറി, CPU മെമ്മറി. ഇത് രണ്ടും ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ഓക്കെ, റാമും ക്യാച്ച് മെമ്മറി. ഇനി അടുത്ത അപ്പൊ റോമിന്റെ കാര്യം പറഞ്ഞു. റോം എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് റോം. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അത് എങ്ങനെയാണ്? നോൺ വോളറ്റൈൽ ആണ്. നോൺ വോളറ്റൈൽ അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? പവർ പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ ഡേറ്റ റിമെയിൻസ്. ആ ഡേറ്റ അവിടെ തന്നെ നിൽക്കും. ഓക്കെ, ഇതാണ് അത് പെർമനന്റ് സ്റ്റോറേജ് സ്പേസ് ആണ് റോം എന്ന് പറയുന്നത്. പെർമനന്റ് മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നിബി അവിടെ ഇട്ടു പെർമനന്റ് മെമ്മറി. ശരിയാണ്, പെർമനന്റ് മെമ്മറി ആണ് റോം എന്ന് പറയുന്നത്. എന്നാൽ റാമോ ടെമ്പററി മെമ്മറി, ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് റാമും ക്യാച്ച് മെമ്മറി. അതിനകത്ത് വരുന്നത് ഏതാന്ന് ചോദിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞത്. മെമ്മറി പറയുവാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം പറയാം. റാം, റോം, ക്യാച്ച് മെമ്മറി. പ്രധാനമായിട്ടും 3 മെമ്മറി. അപ്പൊ അതിനകത്ത് റാമും ഈ ക്യാച്ച് മെമ്മറിയും ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ് റാമും ക്യാച്ച് മെമ്മറി. അവിടെ പവർ പോയി കഴിഞ്ഞാലും എന്താ അവിടുത്തെ ഡേറ്റാസ് ഡിസപ്പിയർ ആയി പോകും. ഇനി അടുത്ത നോക്കിയ സ്റ്റോറേജ്. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്. എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, solid state drive. Okay, storage, permanent storage used to store data, program and operating system even when the computer is power off. പോയാലും എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ അവിടെ റിമെയിൻ ചെയ്യും. ഡേറ്റ നിൽക്കും. അതാണ് പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്. used to store data, program and operating system even when the computer is power off. Example നോക്കിയ permanent storage device ന് example ഏതൊക്കെയാ? ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് solid state drive. solid state drive SSD എന്ന് പറയാണ് ഷോർട്ട് ചെയ്ത്. SSD അതായത് ഡേറ്റ സ്ഥിരമായിട്ട് സംഭരിക്കുന്നതിന് വേണ്ടി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു തരം സോളിഡ് സ്റ്റേറ്റ് സ്റ്റോറേജ് ഉപകരണമാണ് ഇതെന്ന് പറയുന്ന SSD എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ഡേറ്റ സ്റ്റോർ ചെയ്ത് പെർമനന്റ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന നോൺ സോളിഡ് സ്റ്റോറേജ് ആണ് ഇതെന്ന് പറയുന്നത് ഈ SSD എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് ഏതിന് എക്സാമ്പിൾ പറയാം? പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ പറയാം. ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവുകൾ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന? യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാലും എന്താ ഇത് നഷ്ടപ്പെടില്ല, ഡേറ്റ അവിടെ നിൽക്കും. ഇനി അടുത്തതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടിയുള്ളത്. കീബോർഡ്,
മൗസ്, ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. മോണിറ്റർ, പിന്നെ അടുത്തത് പ്രിന്റർ, ഇതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ്. അവിടെ ആ ഒരു സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചേക്കുക. ദീസ് ആർ ഡിവൈസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ലൈക്ക് കീബോർഡ്, മൈസ് എന്ന് പറഞ്ഞ ഫ്ലോറിൽ ആയതുകൊണ്ട് കേട്ടോ, മൗസ്, മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്കാനർ, ഇതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, ദീസ് ആർ ഡിവൈസ് യൂസ്ഡ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, യൂസറിനെ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഏതൊക്കെയാണെന്നുള്ള എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻപുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്ന ഏത് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യണം. അടുത്തതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ദാറ്റ് കൺട്രോൾസ് കമ്പ്യൂട്ടർ റിസോഴ്സ്, controls hardware device and provide a user interface for interacting with the computer. Computer resource ഒക്കെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, ഹാർഡ്വെയർ ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുന്ന, then കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിന് ഒരു യൂസറിന് ഇന്റർഫേസ് നൽകുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും 7 എണ്ണം പഠിച്ചു വെക്കുക കേട്ടോ. അതെല്ലാം ഫണ്ടമെന്റൽസിൽ വരുന്നതാണ്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി നിങ്ങൾക്ക് പിന്നെ പഠിക്കാനുള്ളത്, നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്, പിന്നെ ഇന്റർനെറ്റ്, അങ്ങനെ കുറച്ചാണ്. ഇത് മൂന്നും പ്രധാനമായിട്ട് പഠിക്കുന്നതാണ്. ഇത് ഓരോന്നും എന്താണ് അതിന്റെ പ്രത്യേകതകള്, പിന്നെ അത് ഹോസ്പിറ്റലിന്റെ എവിടെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ എവിടെയാണ് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ, അത് മൂന്നും പഠിക്കണം. ഇതിപ്പോ നമ്മള് ബേസിക് എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിപ്പോ പ്രാക്ടിക്കൽ ഇവിടെ നിന്നുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ അതിന്റെ സ്ക്രീൻ ഇവിടെ ഞാൻ ഷെയർ ചെയ്തിടാം. ഒന്നാമത്തേല് നമുക്ക് ഇവിടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിനകത്ത് ഏതൊക്കെയാ വരുന്നതെന്ന് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ഇതിന്റെ മൂന്നിന്റെ വിൻഡോസ്. ഇതിനകത്ത് വേർഡിന്റെയും എക്സലിന്റെയും എക്സൽ ആണ് ഹോസ്റ്റലിൽ. ഓക്കെ, അപ്പൊ ഇതിന്റെ മൂന്നിന്റെയും നമുക്ക് ഓരോന്നും പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന ടാബുകൾ ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്ത് തരാം. ഓക്കെ, പിന്നെ അത് എന്താണ് അതിന്റെ പ്രത്യേകതകൾ, ഹോസ്പിറ്റലിൽ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതാണ് അതിനകത്ത് വരുന്നത്. ഫസ്റ്റ് ആണ് ഇതൊന്നും ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ്. Microsoft Word is widely used for word processing software developed by Microsoft. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ചെടുത്ത ഡെവലപ്പ് ചെയ്ത ഒരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്, അല്ലെങ്കിൽ MS വേർഡ് എന്ന് പറയാം. MS വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ ഡിസൈൻ ചെയ്യും. ഓക്കെ ഇവിടെ ടീച്ചർ വന്നിട്ടുണ്ട്. നമുക്കിപ്പോ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, എവിടെ ആപ്ലിക്കബിൾ എന്താണെന്നുള്ളതൊക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ വൈഡ്ലി യൂസ്ഡ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, format and save documents for different purposes. പല ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ യൂസറിന് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ടൈപ്പ് ചെയ്യാം അല്ലെ, പല ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ചെയ്യാം. അതില് പിന്നെ ഫോർമാറ്റ് ചെയ്യാം, സേവ് ചെയ്യാം, ഡോക്യുമെന്റ്സുകൾ സേവ് ചെയ്യാം ഫോർ ഡിഫറെന്റ് പർപ്പസസ്. പല ആവശ്യങ്ങൾക്കുമുള്ള ഡോക്യുമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സേവ് ചെയ്യാം.
ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട് നമുക്ക് എഴുതണമെങ്കിൽ ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട് എഴുതാന്, ഒരു ലെറ്റർ എഴുതണമെങ്കിൽ നമുക്ക് ഇപ്പൊ ഇത് വേണ്ട, നമുക്ക് എന്താ പോസ്റ്റ് ഓഫീസിൽ പോയി ഇത് മേടിച്ച് നമുക്ക് ലെറ്റർ ഒന്നും എഴുതണ്ട. ഇപ്പൊ നമുക്ക് നേരെ ലെറ്റർ ഇതിലേക്ക് ഇപ്പൊ വേർഡ് എടുത്ത് ലെറ്റർ അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, ലെറ്ററിന്റെ ഫോർമാറ്റ് ഉണ്ട്. അതൊക്കെ എടുത്തു കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ മാറ്റർ എന്താണെന്ന് മാത്രം അഡ്രസ്സും ഒക്കെ കൊടുത്ത് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ അവർക്ക് അത് കിട്ടും അല്ലെ? എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. ഇപ്പൊ ലെറ്റേഴ്സ് എഴുതാം, റെസ്യൂമുകൾ എഴുതാം, നമ്മുടെ റെസ്യൂംസ് ആൻഡ് മോർ. ഇതെല്ലാം പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വേർഡ് ഉപയോഗിക്കാം, മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കാം. നമുക്ക് ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, ഫോർമാറ്റ് ചെയ്യാൻ, സേവ് ചെയ്യാനും ഒക്കെയാണ് പല ആവശ്യങ്ങൾക്കായിട്ട് ഈ വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കാം. എവിടേക്കാ? ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ്, റെസ്യൂം ആൻഡ് മോർ. Here are some important features and functions of Microsoft Word. Microsoft Wordന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളും ഫങ്ഷൻസും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Here some important features and functions of Microsoft Word. Microsoft Wordന്റെ important features functions ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. ഇതെങ്ങനെയാ യൂസർ ഫ്രണ്ട്ലി? നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രണ്ട്ലി ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ്, ആർക്കും നമുക്ക് ഉപയോഗിക്കാം. ഒരു യൂസർ ഫ്രണ്ട്ലി അപ്രോച്ച് ആണത്, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് ഓഫേഴ്സ് a user-friendly and intuitive interface, making our intuitive interface, making it reachable to both the beginners and experienced users. The user-friendly intuitive interface ആണ്. അതായത് നമുക്ക് ബിഗിനേഴ്സ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള യൂസേഴ്സിനും ഒക്കെ യൂസർ ഫ്രണ്ട്ലി ആണ്. അത്രയും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആണെന്നാ പറയുന്നത്. നമുക്കത് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. ഫസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിലും ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. The toolbar and the ribbon provide quick entry to different formatting and editing options. ഇവിടെ ടൂൾ ബാർ ഉണ്ട്, പല പല ടൂളുകൾ ഉണ്ട്. ടൂൾ ബാറുകൾ, റിബൺ ഉണ്ട്. റിബൺ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. റിബണും provide the quick entry to different, പെട്ടെന്ന് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻസിലേക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാനായിട്ട് ടൂൾ ബാറുകളും റിബണും പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഒരു ഷീറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലിയർ ആവണ്ടോ നോക്കിയേ. അതിനകത്ത് ഏറ്റവും ടോപ്പിൽ കാണുന്നില്ലേ ഡോക്യുമെന്റ് 1 കണ്ടില്ലേ നിങ്ങള്? അതിന് എന്താ പറയണേന്ന് അറിയോ? അതെന്താന്നറിയോ? അത് ഏറ്റവും മുകളിൽ കാണുന്നത് അതിനെയാണ് നമ്മള് ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞ ടൈറ്റില്, നെയിം ഓഫ് ദ ഫയൽ, ഫയലിന്റെ പേരാണ് അവിടെ വരുന്നത്, ടൈറ്റിലാണ് വരുന്നത്, ടൈറ്റിൽ ബാർ. ഇപ്പൊ ഞാൻ ഒരെണ്ണം ഒരു ബ്ലാങ്ക് ഷീറ്റ് എടുത്ത് കുറച്ച് എന്റെ പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു പേര് സേവ് ചെയ്യാണ്. സേവ് ആണെങ്കിൽ ആ ഫയലിന്റെ പേര് ആ ഡോക്യുമെന്റ് 1 ഇപ്പൊ കണ്ടില്ലേ അവിടെ വരും. അതാണ് നെയിം ഓഫ് ദ ഫയൽ, ഫയലിന്റെ പേരാണ് ആ കാണിക്കുന്നത്. അതിന് എന്തെന്നാ പറയുന്നത്? ടൈറ്റിൽ ബാർ. എന്തെന്നാണ്? ടൈറ്റിൽ ബാർ. പിന്നെ നമ്മൾ പറഞ്ഞത് റിബൺ ആണ് അല്ലെ? ടൈറ്റിൽ ബാറിന് തൊട്ട് താഴെ കാണുന്ന കണ്ടോ? അതിനകത്ത് നമ്മള് തൊട്ട് താഴെയാണ്, അത് മെനു ബാർ ആണ്. ഫയല്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് അതൊക്കെ കണ്ടില്ലേ? ആക്റ്റീവ് ടാബ് എന്ന് കണ്ടില്ലേ? അത് മെനു ബാർ ആണ്. മെനു ബാർ. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ കണ്ടോ കുറെ ഓപ്ഷൻസ് കണ്ടോ? അത് ഫയൽ എടുത്തപ്പോഴാണ് ആ സംഭവം വന്നേക്കണേ. ഹോം ആണെങ്കിൽ അതിന്റെ അവിടെ താഴെ ബോക്സിന്റെ അവിടെ ഇത് വേറെ മാറി വരും. ഇൻസേർട്ട് ആണെങ്കിൽ അതിന്റെ വേറെ മാറി വരും. അപ്പൊ അതിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്നതാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ടാബുകൾ കണ്ടോ? അതിനെയാണ് നമ്മള് റിബൺ എന്ന് പറയുന്നത്. റിബൺ മൾട്ടിപ്പിൾ ടാബ്സ് ആണ് റിബൺ. റിബൺ കണ്ടോ? റിബൺ. പിന്നെ ഏറ്റവും മുകളിൽ ആ ഡോക്യുമെന്റ് 1 കണ്ടില്ലേ? അതിന്റെ ഇപ്പുറത്തായിട്ട് കാണപ്പെടുന്നതിനെയാണ് ക്വിക്ക് അക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്.
നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടോ? ഇതിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ടോ? യെസ്. എങ്കില് നിങ്ങളൊന്ന് അവിടെ എഴുതി വെച്ചോ കേട്ടോ. ആ ഡോക്യുമെന്റ് 1 ഉള്ളതിന്റെ അവിടെ എഴുതിക്കോ. അത് ടൈറ്റിൽ ബാർ ആണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ടൈറ്റിൽ ബാർ, TITLE, ടൈറ്റിൽ ബാർ. അതിന്റെ തൊട്ടിപ്പുറം കണ്ടോ W, പിന്നെ അണ്ടു, ഇതൊക്കെ നമ്മള് ഉള്ള ഓപ്ഷൻ കണ്ടോ? ആ ഡോക്യുമെന്റ് എന്നുള്ളതിന്റെ ഇപ്പുറം കുറച്ച് ടാബുകൾ കണ്ടോ? അതിനെയാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, QUICK, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. പിന്നെ അതിന്റെ താഴെയുള്ളതാണ് ആക്റ്റീവ് ടാബ് എന്നുള്ള, അത് കണ്ടില്ല, അതാണ് മെനു ബാർ. മെനു ബാർ, MENU, മെനു ബാർ, മെനു ബാർ. അതിന്റെ തൊട്ട് താഴെയാണ് റിബൺ. അതാണ് ആ മൾട്ടിപ്പിൾ ടാബുകൾ അതിന്റെ തൊട്ട് താഴെ വരുന്ന ആ റെഡിൽ കോളം പോലെ കണ്ടില്ലേ, അത് റിബൺ എന്നാണ് അതിന് പറയുന്നത്, റിബൺ. പിന്നെ അവിടെ താഴ്ച കണ്ടോ റൂളർ കണ്ടോ? റൂളർ ഉണ്ട്. അത് ഹൊറിസോണ്ടലും ഉണ്ട് വെർട്ടിക്കലും ഉണ്ട്, രണ്ടെണ്ണം, മുകളിലും താഴെ. ഹൊറിസോണ്ടല് വെർട്ടിക്കൽ റൂളറുകൾ ഉണ്ട്. പിന്നെ നിങ്ങൾ ആ ബ്ലാങ്ക് ഷീറ്റ് കണ്ടോ? ആ ബ്ലാങ്ക് ഷീറ്റിന്റെ അവിടെ ഒരു വര കണ്ടോ? ബ്ലാങ്ക് ഷീറ്റിന്റെ ഉള്ളിൽ ആ വര, അതിനെന്തെന്നാ പറയുന്നത്? അതാണ് കേഴ്സർ. ആ കേഴ്സർ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ മുതലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് മൗസ് കൊണ്ട് ആ കേഴ്സർ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് വെക്കാം, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിനാണ് കേഴ്സർ എന്ന് പറയുന്നത്, CURSOR, കേഴ്സർ. പിന്നെ ആ ബ്ലാങ്ക് ഷീറ്റ് അതാണ് ഡോക്യുമെന്റ് ഏരിയ എന്ന് പറയുന്നത്, ഡോക്യുമെന്റ് ഏരിയ, ഡോക്യുമെന്റ് ഏരിയ. പിന്നെ കണ്ടോ അവിടെ ഈ നിങ്ങള് ഇവിടെ ഞാനിവിടെ ഈ മൗസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക സ്ക്രോൾ ബാർ കണ്ടോ? മുകളിലും താഴെയായിട്ട് സൈഡില്, റൈറ്റ് സൈഡില് കണ്ടോ? റൈറ്റ് സൈഡിലും താഴെയുള്ളതാണ്, അതിനാണ് നമ്മൾ സ്ക്രോൾ ബാർ എന്ന് പറയുന്നത്. സ്ക്രോൾ ബാർ, വെർട്ടിക്കൽ സ്ക്രോൾ ബാർ ഉണ്ട് സ്ക്രോൾ ചെയ്യാനായിട്ട്, ഹൊറിസോണ്ടലും ഉണ്ട്. പിന്നെ അവിടെ വന്നേക്കണത് ഏറ്റവും താഴെ കണ്ടോ? പേജ് 1 of 3 എന്നൊക്കെ പറഞ്ഞു കണ്ടോ? വേർഡ്സ് കണ്ടോ? അതിനെയാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്, STATUS, സ്റ്റാറ്റസ് ബാർ, സ്റ്റാറ്റസ്. പിന്നെ അടുത്തതാണ് വ്യൂ ബട്ടൺ, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. വ്യൂ ബട്ടൺ ആണ് കുറച്ച് ഉള്ളത് വ്യൂ ചെയ്യാൻ. പിന്നെ അടുത്ത സൂം സ്ലൈഡർ ഉണ്ട്, സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ടുള്ള സൂം സ്ലൈഡർ. ഇതാണ് മെയിൻ ആയിട്ടുള്ള ആ വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ആ മെയിൻ, നമ്മൾ തുറക്കൂലേ, വേർഡ് തുറക്കുമ്പോൾ വരുന്ന ഒരു സ്ക്രീനാണ്. ഓക്കെ, അതിനകത്ത് റിബൺ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ജസ്റ്റ് നോക്കുക, റിബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടിപ്പിൾ ടാബ്സ് ആണ്. ആ റെഡ് കോളത്തിന്റെ ഉള്ളിൽ വന്നേക്കണല്ലേ, അതാണ് റിബൺ എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ ടാബ്സ്, റിബൺ. ഓക്കെ, റിബൺ. അപ്പോ അതിനകത്ത് നമ്മൾ ഫസ്റ്റത്തെ എന്താ പറഞ്ഞത്? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതായത് ബിഗിനേഴ്സിനും എക്സ്പേർട്ട് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള യൂസേഴ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത്, മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. വേർഡ്, അതിനകത്ത് പല ടൂൾ ബാറുകൾ, റിബൺ കണ്ടോ? അതെന്തിനാണ്? ക്വിക്ക് എൻട്രി ടു ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻസ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആ ടൂളിലേക്ക് പെൻസിൽ എടുക്കണം, ആ പെൻസിലിന്റെ ഇതുണ്ട്, ടൂൾ ബാറിലുണ്ട് അത്. പിന്നെ റിബണുകൾ, അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എൻട്രി ചെയ്യാനാണ്. പല ഫോർമാറ്റിംഗ് എഡിറ്റിംഗ് ഓപ്ഷൻസിലേക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് അത്. ടൂൾ ബാറും റിബണുകളും, ടൂൾ ബാറും റിബണും കണ്ടില്ലേ? ഇനി വേറെ പല ടൂൾസുകളുണ്ട്. ടൂൾ ബാറും മെനു, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നു. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, റിബൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഇത്രയും നോക്കാം. അപ്പൊ ബേസിക് നമ്മൾ ഓരോ പാർട്സുകൾ നമ്മൾ പറഞ്ഞു. ആ ഫണ്ടമെന്റൽസിന്റെ ഏതൊക്കെ പാർട്സ് ആണെന്നുള്ളത് നോക്കി വെക്കാം. പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡിന് ജസ്റ്റ് ഒന്ന് തുടങ്ങിയുള്ളൂ, നമുക്ക് ബാക്കിയിട്ട് അടുത്ത നാളെ ഉണ്ടല്ലോ, നാളെ ബാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.